ഇന്ത്യ അയർലൻഡ് 2020 പരമ്പരയ്ക്ക് ഇന്ന് തുടക്കമാകുന്നു. 15-കാരൻ വൈഭവ് സൂര്യവംശി കളത്തിലിറങ്ങുമോ എന്ന് കാത്തിരിക്കുകയാണ് ആരാധകർ. വൈകിട്ട് 6 മണിക്ക് അയർലൻഡിലെ ബെൽഫാസ്റ്റിലാണ് പരമ്പരയിലെ ആദ്യ മത്സരം. T20 ലോകകപ്പ് കിരീട നേട്ടത്തിന് ശേഷം അടിമുടി മാറ്റത്തോടെയാണ് ഇന്ത്യ അയർലൻഡിനെതിരെ കളത്തിലിറങ്ങുന്നത്. ലോകകപ്പ് കിരീടം നേടിയ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെ മാറ്റി ശ്രേയസ് അയ്യരുടെ കീഴിൽ ആദ്യ മത്സരത്തിന് ഇന്ത്യ ഇറങ്ങുമ്പോൾ ആരാധകർ ഉറ്റുനോക്കുന്നത് 15-കാരൻ വൈഭവ് സൂര്യവംശി കളത്തിലെത്തുമോ എന്നാണ്. IPL-ലെ തകർപ്പൻ പ്രകടനത്തിന് പിന്നാലെ ഇന്ത്യ എ ടീമിനായി വെറും 29 പന്തിൽ 94 റൺസ് അടിച്ചുകൂട്ടിയ വൈഭവിനെ പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്തുക എന്നത് ടീം മാനേജ്മെന്റിന് അത്ര എളുപ്പമല്ല. വൈഭവ് സൂര്യവംശിയെ ഓപ്പണർ മാത്രമായി ടീമിലെടുത്താൽ ഇന്ത്യയുടെ ബാറ്റിംഗ് ഓർഡറിൽ വൻ അഴിച്ചുപണിയാകും വേണ്ടിവരിക. നിലവിൽ ഇന്ത്യൻ ടീമിന്റെ ടോപ്പ് ഓർഡറിലുള്ള സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ എന്നിവർ 2020 ലോകകപ്പ് വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചവർ. ഒപ്പം മൂവരും മികച്ച ഫോമിലുമാണ്. വൈഭവിന് ഓപ്പണിംഗിൽ അവസരം നൽകണമെങ്കിൽ ഈ 3 പേരിൽ ഒരാളെ മാറ്റേണ്ടി വരും. അല്ലെങ്കിൽ ബാറ്റിംഗ് ഓർഡറിൽ മാറ്റം വരുത്തണം. വൈഭവ് ടീമിലെത്തിയാൽ സഞ്ജു സാംസനെ ഓപ്പണിംഗിൽ നിന്ന് മാറ്റി വീണ്ടും മാനേജ്മെന്റ് പരീക്ഷണത്തിന് മുതിർന്നേക്കും. എന്നാൽ സഞ്ജുവിനെ മിഡിൽ ഓർഡറിലേക്ക് മാറ്റിയാലും ടീം കോമ്പിനേഷൻ എളുപ്പമാകില്ല. കാരണം മധ്യനിരയിൽ ഇതിനകം തന്നെ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരും തിലക് വർമ്മയും തങ്ങളുടെ സ്ഥാനങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു. 6-ാം നമ്പറിലാകട്ടെ ഒരു ഓൾറൗണ്ടറെ കളിപ്പിക്കാനാണ് ഗംഭീർ താല്പര്യപ്പെടുന്നത്. നിലവിൽ ഇന്ത്യൻ ബൗളിംഗ് നിര അല്പം ദുർബലമായതിനാൽ ബാറ്റിംഗ് ശക്തിപ്പെടുത്താൻ വേണ്ടി മാത്രം ഒരു മാറ്റത്തിന് മാനേജ്മെന്റ് തയ്യാറാകുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും. ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറുടെ 36 വർഷം പഴക്കമുള്ള റെക്കോർഡ് മറികടന്ന് ഇന്ത്യൻ സീനിയർ ടീമിലേക്ക് വിളി വരുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡുമായാണ് വൈഭവ് നീലപ്പടയിലേക്ക് എത്തിയത്. കളിച്ച ടൂർണമെന്റുകളിലെല്ലാം റെക്കോർഡുകൾ വാരിക്കൂട്ടിയ സൂര്യവംശി അന്താരാഷ്ട്ര ക്രിക്കറ്റിലും റെക്കോർഡുകൾ കടപുഴക്കുമോ എന്ന് കാത്തിരുന്നു കാണാം. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.